എന്താ? കഴിഞ്ഞ മാസത്തെ റോ മെറ്റീരിയൽസിന്റെ കൺസംഷൻ റിപ്പോർട്ട് ഇതുവരെ പോയിട്ടില്ല. ഹെഡ് ഓഫീസിൽ നിന്ന് റിമൈൻഡർ വരെ വന്നു കഴിഞ്ഞു. രാമേട്ടനൊന്ന് എടുത്തു തരണം. സ്റ്റേഷനറി സ്റ്റാക്ക് വെരിഫൈ ചെയ്യാണ്. ഇൻഡന്റ് അയക്കേണ്ട സമയം കഴിഞ്ഞു. ഇനിയും വെച്ച് താമസിക്കാൻ പറ്റില്ല. ശാരദാമ്മ ഒരു കാര്യം ചെയ്യും, അയാളെ ഏൽപ്പിക്ക്. എടുത്ത് പഠിക്കട്ടെ. ഇത് ഇന്ന് 5 മണിക്ക് മുമ്പെങ്കിലും കിട്ടിയാലേ ചെക്ക് ചെയ്തിട്ട് എനിക്ക് നാളത്തെ മേലെങ്കിലും അയക്കാൻ പറ്റൂ. ഇവിടെ ഏൽപ്പിച്ചാ എപ്പ കിട്ടാനാ? അങ്ങനെയൊന്നും ആരെക്കുറിച്ചും പറയരുത് ശാരദാമ്മേ. എല്ലാരും തുടക്കാരായിട്ട് എന്നെ പഴകുന്നേ. അങ്ങോട്ട് ഏൽപ്പിച്ചോളൂ. എന്താ വേണ്ട വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ആ അന്താളിച്ചെങ്ങനെ നിൽക്കാണ്ടേ താൻ ആ റിപ്പോർട്ട് എടുക്കുക. താൻ തനിക്ക് എടുത്താ ശരിയാവുന്നുള്ള സംശയം വെച്ചോണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക താൻ ആദ്യം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫയലില് ഓരോ തവണയും എടുത്ത റോ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് കാണും. അത് കൺസ്യൂം ചെയ്തതിന്റെ കണക്ക് പ്രൊഡക്ഷൻ ഓഫീസിലെ റിപ്പോർട്ടിലുണ്ടാവും. അത് രണ്ടും വെച്ചോണ്ട് ഡേറ്റ് വൈസ് ആയിട്ട് മുമ്പത്തെ മാസത്തിൽ എങ്ങനെയാ റിപ്പോർട്ട് എടുത്തതെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് എടുത്തോണ്ടാ മതി. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും പഠിക്കണത്. ഒന്നുമില്ലേലും താനൊരു ആൺകുട്ടിയല്ലേ. രാവിലെ ഞാൻ ബോംബെക്ക് പോകും. വിൽ ബി ബാക്ക് ബൈ ഫ്രൈഡേ. പ്രൊഡക്ഷൻ ഓഫീസിലെ റിപ്പോർട്ട്സ് ഫോളോ അപ്പ് ചെയ്തേക്കും. ഓഫ് കോഴ്സ്, റെസ്റ്റ് യു നോ. വെരി ഗുഡ്. അപ്പൊ ഉണ്ണിക്ക് വേണമെങ്കിൽ നല്ലവണ്ണം ജോലി ചെയ്യാനും അറിയാലേ. വെൽ ഡൺ, റിയലി ഗുഡ്. ഇങ്ങനെ തന്നെ വേണം. താങ്ക് യു മാഡം. താൻ വായിച്ച കഥയാണോ? അയക്കാൻ വേണ്ടി പകർത്തുന്നതാ. ആ, അത് പറയാതെ തന്നെ മനസ്സിലായി. പുതിയത് വല്ലത് എഴുതാൻ തുടങ്ങുന്ന നേരമായിരുന്നെങ്കിൽ ആളെ കണ്ടാ തിരിച്ചറിയോ? കാലനക്കം കേൾക്കുമ്പോഴേ പറയാൻ തുടങ്ങില്ലേ, ഡിസ്റ്റർബ് ചെയ്യാതെ പൊയ്ക്കോ പൊയ്ക്കോന്ന്. ആ പിന്നെ ശ്രീയേട്ടാ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ഉണ്ണി? ആ വഴക്ക് പറയുമ്പോ കുറച്ച് മൂത്രമൊഴിക്കുന്ന കക്ഷിയല്ലേ? എന്തായി? അവസാനം ഫയർ ചെയ്ത് മൂത്രം ഒഴിപ്പിച്ചോ? ഏയ്, ആളങ്ങ് തെളിഞ്ഞു പോയി. ആഹാ, ഇത്തിരി ടഫായിട്ട് ഒരു റിപ്പോർട്ട് എടുക്കാനുണ്ടായിരുന്നു. എനിക്ക് തീരെ ബോധ്യം ഉണ്ടായിട്ടല്ല കേട്ടോ. പിന്നെ ആ രാമേട്ടനൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനതങ്ങ് ഉണ്ണിയേൽപ്പിച്ചു. എന്നിട്ട് കൃത്യം 4:30 മണിക്ക് ഒരൊറ്റ തെറ്റും കൂടാതെ റിപ്പോർട്ട് റെഡി. സത്യം പറയണമല്ലോ, അത്ര എളുപ്പത്തിൽ ആ റിപ്പോർട്ട് എടുക്കാന്ന് പറയണതേ കൊച്ചു കാര്യമൊന്നുമല്ല. ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയപ്പോ ഉണ്ടല്ലോ ശ്രീയേട്ടാ, എന്താ പറയാന്നിങ്ങനെ വീർപ്പടക്കി നോക്കി നിക്കുക. ഞാൻ പറഞ്ഞു വെരി വെൽ ഡൺ, അസലായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണമെന്ന്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ കാണണം ആ ഉണ്ണിയുടെ ഒരു മുഖം, സന്തോഷം കൊണ്ടങ്ങ് തൊട്ടുത്തിട്ട് കണ്ണൊക്കെ കുടുകുടാന്ന് നിറഞ്ഞ ഒരു ഒറ്റ വിതുമ്പല്. ആ ശ്രീയേട്ടാ, ഞാൻ തന്നെ അങ്ങ് വല്ലാണ്ടായിപ്പോയിന്നേ. പെട്ടെന്ന് ടവലും എടുത്ത് മുഖവും തുടച്ച് തിങ്ങി പൊട്ടിക്കൊണ്ട് താങ്ക് യു എന്നൊരു പറച്ചിലും തിരിച്ചൊരൊറ്റ നടത്തവും. പാവം തോന്നി കേട്ടോ. കക്ഷി കൊള്ളാം, ഒരു രസിയൻ ക്യാരക്ടറാണല്ലോ. എന്താ ഇനി ആ പാവത്തിനെ കുറിച്ച് എന്തെങ്കിലും എഴുതി പിടിപ്പിക്കാനാ? എടോ,
ഈ എഴുത്തുകാരന്റെ റാ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ നിന്നും കിട്ടുന്ന ഇത്തരം ചില നുറുങ്ങുകളും സൂചനകളുമാണ്. താനൊരു കാര്യം ചെയ്യും, ആ ഉണ്ണിയോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടൊന്ന് പെരുമാറുന്നു. അല്ല, താനൊന്ന് അഭിനന്ദിച്ചപ്പോഴേക്കും ആനന്ദാശ്രക്കൾ പൊഴിച്ചതാണല്ലോ വീരൻ. ഒരുപാട് സാധ്യതകളുള്ള ഒരു ക്യാരക്ടർ. എവിടേക്കാ പോക്കെന്നറിയാലോ. What do you think I am? Beggar who lives on charity? I am not what you think I am. എനിക്ക് ജോലിയില്ല. True. So bloody what? ഞാൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്യണോ? Never will I do that. എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറയില്ല. But that's what you have in mind. See? What I said is true. That's why you're keeping silent. ഞാൻ മിണ്ടിയാലും കുറ്റം, മിണ്ടിയില്ലെങ്കിലും കുറ്റം. എന്താ രാജേട്ടാ ഇത്? ഈശ്വരനെ ഓർത്ത്. Shut your bloody mouth. Shut up, I said. The only blunder I committed in my life, ninne marry either. Nothing but that. You are the bloody limit. പത്തര കഴിഞ്ഞല്ലോ തുളസി. ഞാൻ ലീവ് എടുത്തോളാം. എന്നാലും 5 മണിവരെ ഞാനൊന്നിവിടെ ഇരുന്നോട്ടെ ചേച്ചി. ലീവ് എടുക്കൊന്നും വേണ്ട. കുട്ടിയുടെ പ്രയാസങ്ങൾ എനിക്കറിയാം. എന്നാലും എന്നും ഇങ്ങനെ ലേറ്റ് ആകാന്ന് വെച്ചാല് മറ്റുള്ളവരുടെ അടുത്തും ഞാൻ ഇതുപോലെ കണ്ടില്ലെന്ന് വെക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാ. വേണമെന്ന് വെച്ചിട്ടല്ല ചേച്ചി ലേറ്റ് ആവണ. എനിക്കറിയാം. സാരമില്ല, ഒപ്പിട്ടിട്ട് പോയി ജോലി ചെയ്തോളൂ. ഒരു മിനിറ്റ്, ഇപ്പൊ ഇത്ര നേരം കാണാഞ്ഞപ്പോ തുളസിന്ന് ലീവായിരിക്കുന്ന കരുതിയേ. കുറച്ച് അർജന്റ് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞേ. ടൈപ്പ് ഷോട്ടിനൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്തോളാം അങ്ങോട്ട് പറയായിരുന്നു. ഡിപ്പോയിലെ പോലെ അല്ല ഇവിടെ. എനിക്കൊരു ഭാവി ഉണ്ടായെന്ന് വെച്ചാൽ അത് ഇവിടെ തന്നെ ഉണ്ടാവണം. അതെനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് എന്ത് ജോലി ചെയ്യാനും എനിക്ക് യാതൊരു മടിയില്ല. ഇരിക്കും. ഇത്ര പതുക്കെ നടന്നാലേ ഉണ്ണി എപ്പോഴാ ലോഡ്ജിലെത്തുക? ധൃതിയൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയാ. എവിടെ കൂട്ടുകാരൻ? ആര്? ഗോപിയോ? മൂപ്പറ കൂടെ നടന്നാൽ നല്ല കാര്യമായി. ഓടണം ഒപ്പത്താൻ. എനിക്കെങ്ങനെ വെച്ചാൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടക്കണം. അതാ ഇഷ്ടം. ഞങ്ങളുടെ നാട്ടിലില്ലല്ലോ ഇതൊന്നും. എവിടെയാ ഉണ്ണിയുടെ വീട്? തൃത്താലയില്. കല്ലാട്ട് വീടെന്ന് പറഞ്ഞാൽ ആരും അറിയും. അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്? അവിടെ അമ്മ, ചെറിയമ്മ, ചെറിയച്ഛൻ പട്ടാളത്തിലാ. ഇടയ്ക്കൊക്കെ വരും. ചെറിയമ്മയ്ക്ക് കുട്ടികളില്ല. പിന്നെ മുത്തശ്ശി. അപ്പൊ ഉണ്ണിയുടെ അച്ഛനോ? അച്ഛൻ മരിച്ചു. ഞാനന്ന് ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ ഉണ്ണിക്ക് ഏട്ടന്മാരും പെങ്ങന്മാരും ആരും ഇല്ല? അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും മുത്തശ്ശിക്കും എല്ലാവരും കൂടെ ഞാനേ ഉള്ളൂ. എല്ലാവരുടെയും ഉണ്ണിയായിട്ടല്ലേ? ചെറിയമ്മയും മുത്തശ്ശിയും ഉണ്ണിന്നാ വിളിക്ക. അമ്മ അച്ചുന്നു. അത് ശരി. അപ്പൊ അമ്മയുടെ അച്ചുവും പിന്നെയുള്ളവരുടെ ഉണ്ണിയും കൂടെ ചേർന്ന അച്യുതനുണ്ണിയായി? അച്ഛനിട്ട പേരേ അച്ഛനുണ്ണിന്നാ. എനിക്കിവിടെ നിന്നാ ബസ് കിട്ടും. ഞാൻ നടന്നിട്ടാ ലോഡ്ജ് വരെ. വർത്താനം പറഞ്ഞ് നടന്നപ്പോ ഇവിടത്തെ അറിഞ്ഞില്ല. ശരി.
ആദ്യത്തെ ചാടിക്കലും ബഹളവും കണ്ടപ്പോ ഞാൻ കരുതിയേ അവരൊരു മനുഷ്യപ്പറ്റില്ലാത്ത എന്നെ വന്ന. എന്നിട്ട് ഇപ്പോഴോ? അങ്ങനൊന്നും അല്ലെന്നേ, അവര് നല്ല കൂട്ടത്തിൽപ്പെട്ടതാ. അതിപ്പോ ഉണ്ണിക്ക് എങ്ങനെ അറിയാം? സംസാരം പെരുമാറ്റം കണ്ടറിഞ്ഞൂടെ? അങ്ങനെ അറിയത്തക്ക വിധത്തിലുള്ള സംസാരവും പെരുമാറ്റവും ഒന്നും ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കണ്ടോ ഓഫീസറെ? ഇല്ല. ഇല്ല ഇല്ല. ഇന്നിപ്പോ തന്നെ ആപ്പീസ് ഇട്ട് വരുമ്പം അവരെന്നോട് എന്തൊക്കെയാ ചോദിച്ചേ? എവിടെയാ വീട്, വീട്ടിലാരൊക്കെയുണ്ട്, ഒറ്റ മോനാണോ? വെറും ഭംഗിക്ക് വേണ്ടി ചോദിക്കല്ല, അത് കേട്ടാ അറിയാം. പിന്നെ അതെ, നമ്മളിപ്പോ അറിയണം എന്ന് വെച്ചിട്ട് ചോദിക്കില്ലേ, അതുമാതിരിയാ. ഉണ്ണിയേ, അച്യുതനുണ്ണിയേ, അതൊരു ലൈൻ ആണല്ലോടാ മോനെ. വേണ്ടാതിനും പറയേ, വേണ്ട കേട്ടോ ഗോപിയെ. അതെ, നിങ്ങൾ അവിടെ എന്തോടുക്കുക? നേരം എത്രയെന്നാ വിചാരം? ഈ പാതിര വരെ വെച്ച് കാത്തിരിക്കാൻ എന്നെ കൊണ്ട് മേല. എനിക്കങ്ങ് കിടക്കണം. മനുഷ്യരൊന്നും നടു നിവർത്തി ഉറക്കം പിടിച്ചു തുടങ്ങുമ്പോഴേക്കും ഒന്ന് കയറും. എന്തുവാ തോമാസ ഇത്? ചേർത്തേറെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താവോ? തെറ്റല്ലേ അത്? അല്ല അല്ലേ, ഇന്നിവിടെ വെറും പച്ചയായ സ്ഥിതിക്ക് ഞാൻ എന്തിനാ ഈ പാതിരാത്രി വരെ ഇവിടെ കുത്തിയിരിക്കുന്നത്? ഒരു കാര്യമില്ല. എങ്കി പോകുക ഒറ്റ ചെയ്യാം. എന്താ ഉണ്ണി സാറേ? ചേർത്തേരെ, അയ്യോ കുടുംബം കലക്കല്ലേ. തോമാസ് ഒരു പാവമാണ് കേട്ടാ. ദേഹോപദ്രവം ഒന്നും ഏൽപ്പിച്ചു കളയരുത്. ഇന്നെന്റെ പിറന്നാളാ. കൊള്ളാലോ. താങ്ക് യു ആൻഡ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എന്റെ ബർത്ത്ഡേ ആണ്, അല്ലോ മധുരം കഴിക്കും. ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകുമ്പോഴെങ്കിലും ഒന്ന് നന്നായി ചിരിച്ചൂടെ? ഒന്നാം തരം ലഡുവാണ്, സ്പെഷ്യലായിട്ട് പറഞ്ഞുണ്ടാക്കിച്ചതാ. ഒരു സാമാന്യ മര്യാദയുടെ പേരിലെങ്കിലും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൂടെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി ആ ചിരി മായുന്നതിന് മുമ്പ് ആ മാറ്റം കഴിച്ചു. സ്റ്റൈലും ലഡു കേട്ടോ. എടാ കഴിവേറാ മോനെ, ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പോ അറ്റ്ലീസ്റ്റ് ഇന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴെങ്കിലും നിനക്കൊരു വാക്കിനോട് പറയാൻ പറ്റില്ല. നിനച്ചിരിക്കാതെ വന്നു ചേർന്നിടും അത്ഭുതങ്ങളല്ലയോ സുഖകരം. താങ്ക്സ്. താങ്ക് യു. 2 താങ്ക്സ്. രമേട്ടാ, എന്താ? എന്റെ പിറന്നാളാണ്. ഉണ്ണിയുടെ പിറന്നാളാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കായിരുന്നു. അതിന്റെ ഒരു ആവശ്യം. എന്നാലും ഏതായാലും ബർത്ത്ഡേ ഒക്കെ അല്ലേ, നമുക്ക് ഓരോ കാപ്പി കുടിക്കാം. ആവല്ലോ. വരൂ. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? 2 കാപ്പി. എന്തെങ്കിലും കഴിക്കുകയും കൂടി ചെയ്യാം. എന്താണെന്ന് പറഞ്ഞോളൂ. നെയ് റോസ്റ്റ്, മസാല ദോശ, ഊത്തപ്പം, ലഡ്ഡു, ജിലേബി, മൈസൂർ പാക്ക്, പരിപ്പട, ഉഴുന്നോട, വാൽസൻ. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഉണ്ണിയുടെ ചോയ്സ് തന്നെ ആയിക്കോട്ടെ. അത് വേണ്ട. അത് എന്തെങ്കിലും തീരുമാനിക്കുക. അല്ലെ, അപ്പുറത്ത് ആളുകളുണ്ടേ. 2 നെയ് റോസ്റ്റ്.
എത്ര വയസ്സുണ്ട്? സത്യം പറയണം. 31. അടുത്ത കുംഭം 15 തികയുള്ളൂ. അപ്പൊ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? മീശയ്ക്ക് ഒരു ലേശം കൂടി കട്ടിയുണ്ടായിരുന്നെങ്കിൽ മുഖത്തിനൊരു ഗൗരവം ഉണ്ടായില്ലേ കേട്ടോ. വിലാസിനി ചേച്ചിയും പറയായിരുന്നു എപ്പോഴാണ് ഉണ്ണിയെ ഒരു കുംഭമീശൊക്കെ വെക്കാന്ന്. പക്ഷെ എന്താ ചെയ്യാ, ഇങ്ങനെയല്ലാണ്ട് വളരണ്ടേ. ഏയ്, ആരായി വിലാസിനി ചേച്ചി? എന്റെ അമ്മാവിന്റെ മോളാ. മുറപ്പെണ്ണല്ലേ? മുറപ്പെണ്ണെന്നെ, പക്ഷെ എന്നെക്കാൾ മൂത്തതാ. അമ്പലത്തിൽ പോകാനും പുഴയിൽ കുളിക്കാൻ പോകാനും ഒക്കെ ഞാനാ കൂട്ട്. എല്ലാറ്റിനും ഞാൻ വേണം. എനിക്ക് അങ്ങോട്ടും അങ്ങനെയായിരുന്നു കേട്ടോ. കൊച്ചുനാളില് ഞങ്ങള് കുട്ടികള് കല്യാണം കഴിച്ച് കളിക്കും. ഞാൻ എപ്പോഴും വിലാസിനി ചേച്ചിയുടെ കഴുത്തിലാ മാലയിടുക. വേറെ ആരെങ്കിലും മാലയിടാൻ തുടങ്ങിയാല് എനിക്ക് എന്ത് ദേഷ്യം വരുമെന്നോ. അന്നൊക്കെ ഞാൻ കരുതിയിരുന്നേ വലുതാവുമ്പോ ഞാനാവും വിലാസിനി ചേച്ചിയെ കല്യാണം കഴിക്കാൻ. ചേച്ചിക്കും എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഉണ്ണിയുടെ വിലാസിനി ചേച്ചി ഇപ്പൊ എവിടെയാ? പുഴയിൽ ചാടി മരിച്ചു. ആരോ പിഴപ്പിച്ചതാ. അതി പിന്നെ തെക്കിനി കിടക്കാൻ കൂടി എനിക്ക് പേടിയായിരുന്നു. എത്ര രാത്രിയാ കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞ്. എന്തു ഭംഗിയായിരുന്നോ വിലാസിനി ചേച്ചിയെ കാണാൻ. ഇതുപോലെ തന്നെ കണ്ണും മൂക്കും ചിരിയും വർത്തമാനം പോലും അതുപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വ്യത്യാസം എന്ന് പറയാൻ ഒന്നേ ഉള്ളൂ, സാരിയല്ല മുണ്ട ചുറ്റുക. അടുത്ത് വരുമ്പോ നല്ല കാച്ചി എന്നയുടെ വാസനയാണ്. ഉണ്ണി ഒന്നും കഴിച്ചില്ലല്ലോ. വിലാസം ചേച്ചിയുടെ കാര്യം ഓർത്തപ്പോ ഒന്നും വേണ്ട. ഞാൻ കൊടുക്കാം. ഞാൻ കൊടുത്തോളാം, ഞാനല്ലേ വിളിച്ചത്. എന്നാലും പോയിട്ട് എന്നാലും ഇല്ല, ഞാൻ കൊടുക്കും. എങ്ങനെയായി ബാക്കിയുടെ ഒരു പരിപാടി? അല്ല, ഇങ്ങോട്ട് തരാനുള്ളതാണെങ്കിൽ പിന്നെ ബാക്കി കൊണ്ടുവരാൻ നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ.